തീർച്ചയായും ഒരു സമാനതകളില്ലാത്ത കാഴ്ച. കണ്ടമിടറിയാണ് ഓരോ സഖാവും മുദ്രാവാക്യം വിളിക്കുന്നത്. ഇല്ല സഖാവേ മരിക്കില്ല, പ്രിയ സഖാവേ മരിക്കില്ല, VSA മരിക്കില്ല, ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ കണ്ണേകരളെ VSA എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ പാതയുടെ ഇരുവശങ്ങളിലുമായി സഖാവിനെ ഒരു നോക്കു കാണുന്നതിന് വേണ്ടി രാത്രി പകലാക്കി കാത്തിരുന്നത്. ഇന്നലെ രാത്രിയിൽ ഒരു സൂര്യൻ ഉദിച്ചു നിൽക്കുകയായിരുന്നു. VS എന്ന വിപ്ലവ നക്ഷത്രം ആലപ്പുഴയുടെ മണ്ണിൽ, കൊല്ലത്തിന്റെ മണ്ണിൽ, തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ ഉറക്കമുളച്ച് കാത്തിരിക്കുകയായിരുന്നു. പ്രിയ സഖാവിനെ, കേരളത്തിന്റെ വിപ്ലവ നായകനെ, കേരളത്തിന്റെ വിപ്ലവ സൂര്യനെ ഒരു നോക്കു അവസാനമായി ഒരു നോക്കു കാണുന്നതിന് വേണ്ടിയാണ് ഈ ജനസഹസ്രങ്ങൾ ഇവിടെ ഈ കാത്തിരുന്നത്. ആ കാത്തിരിപ്പിന് ഒടുവിലാണ് ഇപ്പോൾ കായംകുളത്തിന്റെ ഇരുമാറിലൂടെ, കായംകുളത്തിന്റെ മണ്ണിലൂടെ ഒരുപാട് തവണ ഇവിടെ എത്തി VS പ്രസംഗിച്ചിട്ടുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും ഓരോ പോരാട്ടത്തിന്റെ അവസരങ്ങളിലും മനുഷ്യന് ചൂഷണമുണ്ടായ ഘട്ടങ്ങളിലെല്ലാം VS ഇവിടേക്ക് ഓടിയെത്തിയിട്ടുണ്ട്. ഇവിടെ അനേകം കർഷക തൊഴിലാളി സമരങ്ങൾക്ക് ആലപ്പുഴയുടെ മണ്ണിൽ നമുക്കറിയാം. ഇപ്പോൾ ഈ മണ്ണ് ഇവിടെ മഴ പെയ്ത് വീഴുമ്പോൾ ഇവിടെ പഴക്കുന്ന ചെളി, ആ ചെളിക്കുണ്ടിൽ ഒരു കാലഘട്ടത്തിൽ മാടുകളെ പോലെ പണിയെടുത്തിരുന്ന മനുഷ്യനെ നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ച VS, ആ VS ആണ് പ്രിയ സഖാവാണ്, പ്രിയ നേതാവാണ് ഇപ്പോൾ ഈ വഴിത്താരകളിൽ കൂടെ കടന്നു പോകുന്നത്. ഇല്ല മരിക്കില്ല സഖാവേ, പ്രിയ സഖാവേ VSA എന്ന് ഉറക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സഖാക്കൾ പ്രിയപ്പെട്ട നേതാവിനെ യാത്രയാക്കുകയാണ്. ഇല്ല സഖാവേ VSA മരിക്കില്ല, കണ്ണേ കരളെ VSA, ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ എന്ന് ഉറക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഈ പാതയോരങ്ങളിലൂടെ ഈ കൂടി നിൽക്കുന്ന മനുഷ്യർ അദ്ദേഹത്തെ യാത്രയാക്കുന്നത്. ഈ മണ്ണിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ ആദ്യം സംഘടിപ്പിച്ചു. അതിനുശേഷം കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ KSKTUവിന് നേതൃത്വം നൽകിക്കൊണ്ട് അതിന്റെ സ്ഥാപക നേതാവായി നിന്നുകൊണ്ട് കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച VS, ആ VS ആണ് ഈ കടന്നു പോകുന്നത്. ഈ മണ്ണിൽ, ഈ ആലപ്പുഴയുടെ മണ്ണിൽ മാടിനെ പോലെ പണിയെടുത്തിരുന്ന ഒരു മനുഷ്യ സമൂഹത്തെ നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ച VS, ആ VS ആണ് തന്റെ പ്രിയപ്പെട്ട സഖാക്കളുടെ അവസാനിക്കാത്ത മുദ്രാവാക്യങ്ങളുടെ ചൂടറിഞ്ഞുകൊണ്ട് കടന്നു പോകുന്നത്. ഇല്ല സഖാവ് VS മരിക്കുന്നില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഓരോ സഖാവും VSനെ അവസാനമായി യാത്രയാക്കാൻ വേണ്ടി ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു. നോക്കൂ, എത്ര ആളുകളാണ്, ആയിരങ്ങളാണ് ഈ കായംകുളത്തിന്റെ മണ്ണിൽ VSനെ യാത്രയാക്കാൻ വേണ്ടി ഈ മഴയത്തും തടിച്ചുകൂടി നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. മനു, ഇത് നമുക്ക് ഈ സഖാക്കളുടെ കണ്ടമിടറിയുള്ള മുദ്രാവാക്യം, കണ്ണു നിറഞ്ഞുള്ള മുദ്രാവാക്യം, അത് ഈ കായംകുളത്തെ ഈ കോരിച്ചൊരിയുന്ന മഴയത്തും കായംകുളത്തെ ചൂടുപിടിപ്പിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. മനു, ഈ കായംകുളത്തെ ചൂടുപിടിപ്പിക്കുന്നത് ആ പ്രിയ സഖാവെ നിങ്ങൾ മരിക്കുന്നില്ല എന്ന് വിളിക്കുന്ന ഈ മുദ്രാവാക്യം ഈ കോരിച്ചൊഴിയുന്ന മഴയത്തും ഈ കായംകുളത്തെ ചൂടുപിടിപ്പിക്കുകയാണ്. മനു, കണ്ണു നിറയുകയാണ്, കണ്ടമിടറുകയാണ്. VS ഇതാ കടന്നു പോകുന്നു. ആലപ്പുഴയുടെ പ്രിയപുത്രൻ, പുന്നപ്പുറയുടെ പ്രിയപുത്രൻ, കായംകുളത്തിന്റെ പ്രിയപുത്രൻ VS ഇതാ ഈ രാജവീതികളിലൂടെ കായംകുളത്തിന്റെ മണ്ണിലൂടെ കടന്നു പോകുമ്പോൾ അനേകായിരം മുഷ്ടികൾ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. പ്രിയ സഖാവേ VSA, നിങ്ങൾ മരിക്കില്ല, വീരാ VSA, നിങ്ങൾ മരിക്കുന്നില്ല എന്ന് വീണ്ടും മുദ്രാവാക്യം വിളിക്കുകയാണ്. മനു, ഇത് കാണാൻ പറ്റാത്ത, ഒരിക്കൽ കൂടി പ്രിയ സഖാവിനെ ഒരു നോക്കു കാണാൻ വേണ്ടി ആ വാഹനത്തിനൊപ്പം ഓടിയെത്തുന്ന സഖാക്കൾ, പുറകിൽ നിന്ന് ആ വാഹനത്തിനൊപ്പം ഓടിയെത്തി സഖാവിനെ ഒരിക്കൽ കൂടി ആ മുഖം ഒന്ന് കാണാൻ ഓടുന്ന സഖാക്കൾ, ഏറെ പ്രായം ചെന്ന സഖാക്കൾ, ഒരുപാട് VSന്റെ പോരാട്ട ചരിത്രങ്ങൾ ഹൃദയത്തിൽ പേറിയ ഒരുപാട് പ്രായമുള്ള ആളുകൾ വരെ ആ ബസ്സിന് പുറകെ, KSRTC ബസ്സിന് പുറകെ ഓടുന്ന കാഴ്ച. ഇങ്ങനെ സഖാവ് ആലപ്പുഴയുടെ പ്രിയപ്പെട്ട പുത്രനെ ഇതാ യാത്രയാക്കുകയാണ്. കായംകുളത്തിന്റെ മണ്ണിലൂടെ സഖാവ് VS കടന്നു പോകുമ്പോൾ ഇങ്ങനെ വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്ന പതിനായിരങ്ങളുടെ മുദ്രാവാക്യങ്ങൾ നമ്മളിങ്ങനെ കാണുകയാണ്. അവസാനിക്കാത്ത തോരാത്ത മുദ്രാവാക്യങ്ങൾ അതിങ്ങനെ തോരാ മഴ പോലെ പെയ്തിറങ്ങുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ് പറഞ്ഞത് അവസാന കമ്മ്യൂണിസ്റ്റാണ് കടന്നു പോകുന്നതെന്ന്? ആ വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്ന പതിനായിരങ്ങളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അത് പറയുന്നതിന് മുൻപ് എങ്കിൽ കണ്ടു നോക്കൂ, അവർ പറയുന്നത് എന്താണ്? പ്രിയ സഖാവേ VSA, നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഈ മണ്ണിൽ ഞങ്ങൾ ശാശ്വതമാക്കുമെന്നാണ്. പതിനായിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരാണ് അവിടെ നിരന്നു നിന്നെന്ന് പറയുന്നത്. അങ്ങുയർത്തിയ ചെങ്കൊടി ഒരിഞ്ച് പോലും താഴാതെ ഈ മണ്ണിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന് പറയുന്ന മനുഷ്യരെ കണ്ടിട്ടാണോ നിങ്ങൾ പറയുന്നത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ് കടന്നു പോകുന്നതെന്ന്?
പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സാകുന്നതേ ഇല്ല കമ്മ്യൂണിസ്റ്റുകാരൻ ആരാണെന്ന്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്താണെന്ന്. അതാണ് അങ്ങനെയുള്ള അബദ്ധങ്ങൾ പറയാൻ നിങ്ങൾക്കൊക്കെ പ്രേരണയായത്. കണ്ടു നോക്കൂ, ഈ നാട് കാണിക്കുന്ന സ്നേഹം കണ്ടു നോക്കൂ. അതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ അവകാശപ്പെട്ടതാണ്. കാരണം ആ മനുഷ്യന്റെ അടക്കമുള്ള, ആ മനുഷ്യൻ കെട്ടിപ്പടുത്ത പ്രസ്ഥാനത്തിന്റെ അടക്കമുള്ള ചൂടേറിയ പോരാട്ടങ്ങളുടെ ഭൂമികയിലാണ് നിങ്ങൾ ഇന്ന് ചവിട്ടി നിൽക്കുന്നത്. ഇന്ന് ഈ വിമർശനങ്ങൾ പറയാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആ മനുഷ്യൻ കൊണ്ട തല്ലിന്റെയും അടിയുടെയും മർദ്ദനങ്ങളുടെയും ഒക്കെ വേദനയുടെ ഫലമായിട്ടാണ്. കാലിൽ ബയണറ്റ് കയറ്റിയിട്ടും ആ മനുഷ്യൻ തളർന്നോ? ഒരു ഇഞ്ച് കണ്ണുനീർ, ഒരു തുള്ളി കണ്ണുനീർ ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വീണോ? ഇല്ല. പകരം സ്വന്തം മണ്ണിന് വേണ്ടി, അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിന്ന് പോരാടി. ആ പോരാട്ട വീരന്റെ പേരാണ് സഖാവ് VS. ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കായംകുളത്ത് ഇന്നലെ തിരുവനന്തപുരത്ത് ദർബാർ ഹാളിൽ നിന്ന് എടുത്ത നിമിഷം മുതൽ ഇതുപോലുള്ള എത്രയോ കാഴ്ചകൾ നമ്മൾ കണ്ടു. ഈ നാടിന്റെ സ്നേഹം നമ്മൾ കണ്ടു. അവർ അഭിവാദ്യങ്ങൾ പറയുകയാണ്. VS നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പോരാടാൻ. കണ്ണുനീർ മാറ്റി നിർത്തണമെന്നാണ് VS പറഞ്ഞിരിക്കുന്നത്. ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിക്കരുത് എന്നാണ് VS പറഞ്ഞിരിക്കുന്നത്. പകരം പോരാടണം, അനീതി എവിടെ കണ്ടാലും ശബ്ദമുയർത്തണം എന്ന് പറഞ്ഞ VS-നെ നമ്മളിങ്ങനെ കാണുകയാണ്. പക്ഷേ നമ്മൾ VS-നെ പോലല്ല, നമ്മൾ സാധാരണക്കാരായ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവസാനമായി നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നുണ്ട്, നമ്മുടെ തൊണ്ട ഇടറുന്നുണ്ട്. അത് നമ്മൾ സാധാരണക്കാരായ മനുഷ്യരായതുകൊണ്ടാണ്. VS നമ്മളെ പോലെ ആയിരുന്നില്ല, അസാധാരണനായ ഒരു അസാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു, ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ആ കണ്ണുകൾ ഒരു ഘട്ടത്തിലും നിറയാതിരുന്നത്. 4-ാം വയസ്സിൽ അമ്മയെ നഷ്ടപ്പെടുന്നു, 11-ാം വയസ്സിൽ അച്ഛനും പോകുന്നു. അനാഥത്വത്തിന്റെ ആ ഭീതിയിലേക്ക് ആ ഒരു കൗമാരക്കാരൻ എടുത്തെറിയപ്പെടുന്നുണ്ട്. ആ മനുഷ്യൻ പിന്നീട് കരകയറുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൈപിടിച്ചാണ്, സഖാക്കളുടെ സഖാവായ പി കൃഷ്ണപിള്ളയുടെ കൈപിടിച്ചാണ്. പി കൃഷ്ണപിള്ള നേരിട്ട് കൈപിടിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ കിട്ടിയ ഭാഗ്യം VS-ന് അതിനപ്പുറം മറ്റെന്ത് വേണമായിരുന്നു ആ കാലത്ത്? അങ്ങനെ പാർട്ടിയാകുന്നു പിന്നീട് VS-ന്റെ മേൽവിലാസം. ആ മേൽവിലാസം ഇതാ ഈ നിമിഷവും ചെങ്കൊടി പുറച്ച് കടന്നു പോകുമ്പോഴും തുടരുകയാണ്. പാർട്ടി എന്ന മേൽവിലാസത്തിൽ VS എന്ന മഹാമേരു ഇതാ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നു. എങ്ങനെ ഈ കാഴ്ചകളെ ഞാൻ നിങ്ങളോട് വിശദീകരിക്കും? എങ്ങനെ ഈ കാഴ്ചകളെ നമ്മൾ വിലയിരുത്തും? നമ്മുടെ മുന്നിൽ വാക്കുകൾ ചുരുങ്ങുകയാണ്. നമ്മളെക്കാളൊക്കെ, ഈ കേരളത്തെക്കാളൊക്കെ എത്രയോ വലുതാണ് VS എന്ന് നമ്മളിപ്പോൾ തിരിച്ചറിയുകയാണ്. ശരത്തെ, ഈ കാഴ്ചകൾ നമ്മൾ എങ്ങനെ വിശദീകരിക്കും? നമ്മുടെ അക്ഷരമാലകളിൽ ഇതിനു പറ്റിയ വാക്കുകളുണ്ടോ? എനിക്ക് പറയാൻ പറ്റുന്നില്ല. നമ്മൾ ചുരുങ്ങുമ്പോൾ, വാക്കുകൾ ചുരുങ്ങുമ്പോൾ VS ഇതാ ആകാശത്തോളം വലുതായി കടന്നു പോകുന്നു നമ്മുടെ മുൻപിലൂടെ.